മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. എത്രയാ? 10 രൂപ. 10? ആ ഞാൻ റിട്ടേൺ വന്നതാണ്. ഞാനൊരു ഓട്ടം പോയിട്ട് റിട്ടേൺ വന്നായിരുന്നു. 10 രൂപ മതി. അല്ല എന്നാലും ഇവിടം വരെ വന്നതിന് 10 രൂപ മതിയാ? അത് സാരല്ല, റിട്ടേൺ അല്ലേ. എന്റെ ചേട്ടാ ഒന്നും പറയണ്ട, ഞാൻ അച്ഛനെ കൊണ്ടൊന്ന് ആശുപത്രി പോയതാണേ. അത് ശരിയാ. അവിടെ ആ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ, അവിടെ എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു, ആരും വന്നില്ല. അത് ഈ റോഡ് മോശമായി കിടക്കണോണ്ടാണ്. ഇങ്ങോട്ട് വിളിച്ചാ വരൂല ആരും. അതുകൊണ്ടൊന്നല്ല, അപ്പൊ ഇപ്പൊ ചേട്ടൻ വന്നതാ. അതെന്റെ ജോലി അതല്ലേ. അതുപോലെ അവരുടെ ജോലി അതല്ലേ ചേട്ടാ. ഇറങ്ങാൻ പ്രയാസം ഉണ്ടാ? ചെറുതായിട്ടുണ്ട്. പിടിച്ചുതരാം. പതുക്കനെ ഇറങ്ങട്ടാ. അത് വെച്ചോ, അത് വെച്ചോ. ഇല്ല സാറില്ല, ഇല്ല ഇല്ല. ഏയ് ചേട്ടാ ബാക്കി വേണ്ട. 10 വെച്ചോ, 10 വെച്ചോ. വേണ്ട വേണ്ട, ഞാൻ പണിയെടുത്തതിനുള്ള കൂലി എനിക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഉണ്ട്, എന്നെ വിളിച്ചോ. ഞാൻ ഈ പള്ളിക്കവലയില കിടക്കണം കേട്ടാ. ശരി എന്നാ. ഇവിടുന്ന് അത്രയൊന്നും ആവൂലെന്ന് പറഞ്ഞു. ആര്? അവിടെ ഹോസ്പിറ്റലിൽ നിന്ന്. എന്നാ പിന്നെ അയാളോട് ഉണ്ടാക്കാൻ പറ. ചേട്ടാ 300 രൂപ എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത കാര്യത്തല്ലേ? 300 റുപ്യ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു ചേട്ടാ, ആ കുണ്ടന്നൂര് വഴി വേണം അങ്ങോട്ട് പോവാൻ. അവിടെ കാക്ക കുണ്ടും കുഴിയാണ്. ഈ ഓട്ടോറിക്ഷ ആയി പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ഇപ്പൊ ഇന്നലെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ആ കുഴി പെട്ട് കഴിഞ്ഞിട്ട് കയറ് കെട്ടി വലിച്ചെടുക്കുക ചെയ്തത്. ആ വഴിക്ക് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓട്ടോറിക്ഷ പോകില്ല. ഇതിലും നല്ല ഓൺലൈൻ ടാക്സി വിളിച്ചു പോകണമല്ലേ? ആ നിങ്ങൾ പോയിക്കോളും പോണ്ടെന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ ഓന അതുവരെ വരൂ. ഇതുവരെ വന്നു കഴിഞ്ഞാൽ എന്റെ മുട്ടുകാരെ ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ. ഇതൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടാഴ്ച വരും നിങ്ങള്. അപ്പൊ നിങ്ങളെ ഓട്ടോറിക്ഷ ടാക്സി അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യാം, 300 റുപ്യ ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ ഇറങ്ങ വണ്ടി ബസ്സിനൊന്നും പോണെങ്കിൽ അവിടെ ഇരിക്കുന്നത്. ഈ 300 രൂപ എന്ന് പറഞ്ഞ കുറച്ച് അധികമായിട്ട്. അത് നിങ്ങളൊരു സാധാരണക്കാരനല്ലേ? എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾക്ക് ഈ കുണ്ടന്നൂരിനെ പറ്റി അറിഞ്ഞൂടെ? കുണ്ടിലും കുഴിയിലും പെട്ടിട്ട് വേണം ഈ മരട് സ്ഥലത്തേക്കെത്താൻ. എന്താ പ്രശ്നം എന്താണ്? അതെ, കുണ്ടന്നൂർ വഴി മരട്ട് പോണ്ടേ. അതിന് 300 റുപ്യ പറഞ്ഞത് അധികമായി എന്നാ പുള്ളി പറയണത്. സത്യം ഒരൊറ്റ അടി വെച്ചെന്നല്ല. എന്തിന്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 500 രൂപയെ കുറഞ്ഞ് അങ്ങോട്ട് പോകരുത്. 500 ഈ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞത് ഇത്രയൊന്നും പൈസ ആവില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ 500-ന്റെ 300-ന്റെ കണക്ക് പറയാ? ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞെങ്കിൽ നീ ഹോസ്പിറ്റലുകാരുടെ വണ്ടി വിളിച്ചു പൊക്കോ. ഞാൻ പറഞ്ഞത് എന്റെ പൊന്നി അങ്ങാതെ ഈ കുണ്ടന്നൂരിനെ കുറിച്ചൊക്കെ അറിയാവോ? അതിന് അങ്ങേരി നാട്ടുകാരനല്ലാന്ന്. ഇപ്പൊ എവിടെയുള്ള മനുഷ്യരായാലും ഈ കുണ്ടന്നൂരിന്റെ കുഴിയെ കുറിച്ചും പാലാരിവട്ടത്തെ പാലത്തെ കുറിച്ചും വയറ്റിലെ കുറിച്ചും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടാ. എറണാകുളം മുഴുവൻ കുളമായി കിടക്കണേ. ഞങ്ങൾ മക്കാറാക്കണ്ട, ഈ സാധാരണക്കാരെ വല്ലാണ്ട് പിഴിയരുത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഇയാൾക്ക് ഇപ്പൊ 300 രൂപ എടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ 300 പറഞ്ഞു പോയുണ്ട്. സത്യം ഇനി ആവർത്തിക്കരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നവരാ, നമ്മള് അയൽവാസിയാണ്, മൂപ്പരെയും കൊണ്ട് പോവാണ്. ഒരു ഇത്തിരി മനസ്സ് കാണിക്കുന്നുണ്ട്. പൊന്നു ചേട്ടാ, നിങ്ങൾ 300 രൂപ തരുമെങ്കിൽ വണ്ടി എടുക്കും. 300 രൂപയുടെ മനസ്സ് അയാളേ ഉള്ളൂ. 100 നന്നാവി വണ്ടി എടുക്കും. പിന്നെ പോണ വഴിക്ക് ആ മെഡിക്കൽ ഷോപ്പിലൊന്നും നിർത്തണേ. മെഡിക്കൽ ഷോപ്പിലൊന്നും നിർത്താൻ പറ്റില്ല എന്റെ ചേട്ടാ. അതെന്തോ നിർത്താൻ പറ്റാത്ത? അതെ, 2 മിനിറ്റ് കേട്ടാ. 2 മിനിറ്റ് നിർത്തി തരുന്നു, കൂടുതൽ നിർത്താൻ പറ്റില്ല. അതിനെ ഞാൻ മെഡിക്കൽ ഷോപ്പ് കച്ചവടമാക്കാൻ പോകാൻ അവിടുത്തെ ഒരു മരുന്ന് മേടിക്കാൻ പോവാണ്. കൂടുതൽ നേരം നിർത്താണെങ്കിൽ വെയിറ്റിംഗ് ചാർജ് തരണം. അത് പറയാം. വെയിറ്റിംഗ് ചാർജ് നിങ്ങളിപ്പോ ചോദിച്ച പൈസ ഞാൻ തരാന്ന് പറഞ്ഞു, 300 രൂപ. അതിലപ്പുറം വെയിറ്റിംഗ് ചാർജ് തരാൻ പറ്റില്ല. പറ്റിക്കൽ അടിക്കുന്നത്. എന്റെ പൊന്ന് ചേട്ടാ, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് 2 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയാണ്. 500 രൂപ ഓട്ടം കിട്ടും ചിലപ്പോ. 2 മിനിറ്റ് കൊണ്ട് 500 രൂപ കൊണ്ട് ഓടിയല്ലേ നിങ്ങൾ ഈ പറഞ്ഞു നിൽക്കുന്ന സമയം. നിങ്ങൾ വണ്ടി എടുക്കാൻ നോക്കി മിസ്റ്ററെ ചെല്ലി. ഇതൊക്കെ കുടുംബത്തിലേക്കല്ലേ പോണ പൈസ. കുറെ ദിവസമായിട്ട് ഈ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. എന്താ പേര്? ചാരിജാതൻ. അപ്പൊ ഇങ്ങനെ 40 രൂപയാണ് അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, ഒന്ന് ഇങ്ങോട്ട് പോയോ, ഒന്ന് എന്റെ കൂടെ ഒന്ന് ഇതുവരെ ഒന്ന് വിടുവാ. ഒരു കാര്യം പറയാം. അവിടെ എത്തിക്കോട്ടെ, അവിടെ ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് പോരാ മനെ. അതെ, നിങ്ങളുടെ കൂട്ടത്തില് ഒരു എന്താ ഈ കാട്ടുപന്നിക്ക് മീശ വെച്ച മാതിരി ഒരു ചങ്ങായി ഉണ്ടല്ലോ. എന്താ ഈ കയ്യുമ്മ നടത്തി ചരട്ടൊക്കെ ആയിട്ട്. ആള് ഇവിടെ ഉണ്ടോ? അവന് ഇവിടെ ഉണ്ടോ? അവിടെ അവിടെ. അത് ശരി, നിൽക്കിട്ടോ. ഒരു മിനിറ്റ്. ഓട്ടം വന്നാണ് തിരിച്ചു പോകണ്ടാവും.
ആ ഹലോ ആ ഒന്നിങ്ങോട്ട് വരി നിങ്ങളെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചേക്കാം. അല്ല ഞങ്ങൾ ഓട്ടം പോകാനൊന്നുമില്ല നിങ്ങോട്ട് വായോ ഒരു കാര്യം പറയാനാണ് ഒന്നുമില്ല അങ്ങോട്ട് വായോ ഒരു കാര്യം പറയാം ഇങ്ങോട്ട് പോയി മന വെച്ചിട്ടോ അതെ നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടോ ഈ കാണുന്നതും മോട്ടോർസാണ് ഓൻ ഓടിച്ചിട്ട് വന്നിട്ടില്ല ആ കാണുന്നതും മോട്ടോർസാണ് അതിന് നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടോ നമ്പർ വ്യത്യാസമുണ്ട്. നമ്പർ അല്ലടാ ചോദിക്കണു വണ്ടി രണ്ടൊന്നു തന്നെയല്ലേ ഓട്ടോർസ് തന്നെയല്ലേ അതിന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ നിങ്ങളും മോട്ടോർസ് ഡ്രൈവറാണ് ഇവനും ഓട്ടോ ഡ്രൈവറാണ് ഇവരും ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ല നിങ്ങൾ എന്താ സംശയം തീർക്കാൻ വേണ്ടി വന്നേക്കണേ? എടോ പറഞ്ഞു വരട്ടോ ഇജ്ജ് തിക്ക് നിലക്കുണ്ടാക്കല്ലേ പറയട്ടെ. അപ്പൊ ആ നിലക്ക് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു, അതായത് ഓന്റെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മുടെ പസ്നിത്തോട് പാലത്തിന്റെ അവിടേക്ക് വാടക കൊണ്ടുപോയി. അവിടെ ചെന്നിറങ്ങിയപ്പോ ഓന്റെ വാടക മേടിച്ച് എത്ര വെച്ചിട്ടുണ്ടോ? എത്ര വാങ്ങിയത്? ആ സാധാരണ 120 റുപ്യ ആയിക്കോട്ടെ ഇജ്ജ് മേടിച്ച്. അവിടുന്ന് അതേമാതിരി തന്നെ ഇന്ന് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ വന്നിറങ്ങിയപ്പോ ഓ മേടിച്ചിട്ടുണ്ടെന്ന് എത്രയാണ്? എത്ര മേടിച്ചായി? മീറ്ററിൽ ഉണ്ടായിരുന്ന 40 റുപ്യ. എന്താ അവിടുന്ന് ഇങ്ങോട്ട് വഴി കുറവുണ്ടോ? ഇങ്ങോട്ട് വരുമ്പോ ഇവനല്ലേ ചിലപ്പോ പലരും വെറുതെ കൊണ്ടുവരും. ഇവൻ ആ തിയേറ്ററിന്റെ അവിടെ പറഞ്ഞോനാ നാട് നേരാക്കാൻ നടക്കണം. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ നാട് നശിപ്പിക്കാൻ നീയൊക്കെ ഞങ്ങളെ ഓട്ടോറിക്ഷക്കാരെ വില കളയാനാ? ഇവന് കുടുംബം പിള്ളേരൊന്നുമില്ല, ഞങ്ങൾക്ക് ചെലവ് കൂടുതലുള്ളതാണ്. അത് ശരി. അപ്പൊ നിങ്ങൾക്കുള്ള ചെലവിനൊക്കെ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് കായ് വാങ്ങലാ? ചെങ്ങായി അതിനല്ലടോ നിങ്ങളെ വണ്ടിയിൽ ഒരു മീറ്റർ വെച്ചിട്ടുള്ള അതിന്റെ കണക്ക് പ്രകാരം കായ് മേടിക്കാൻ പാടില്ലെന്ന് നിയമല്ലടോ ഇല്ലേ? ആ നിയമം തെറ്റിക്കാൻ നിങ്ങൾക്ക് ആരാ ഇത് തന്നെ? നാട്ടില് ബാക്കിയുള്ള എല്ലാ നിയമമായിട്ടല്ലേ നടക്കുന്നത്. ഞാൻ RTO ആണോ അല്ലെന്നൊന്നും നിങ്ങൾ അറിയണ്ടോ ചങ്ങായി? ഞാൻ RTO ഓഫീസിൽ പോയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ സാറിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് ഇതിന്റെ അധിക വാടക വാങ്ങിയതും ഞാൻ ഒന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ എന്താ പറഞ്ഞറിയാം, എനിക്ക് വണ്ടിയിൽ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്, അതിൽ എഴുതി കാണിക്കണ കായ് നിങ്ങൾ കൊടുക്കണ്ടോ? അതിന് കൂടുതൽ അവര് ചോദിച്ചാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി ചെയ്തോളെന്ന് പറഞ്ഞായി. ഇതൊക്കെ പോട്ടെ, കായ് വെച്ചൊന്നും ഞാൻ പറഞ്ഞാൽ അത് അവിടെ കിടക്കട്ടെ. ഒരാള് വാടക വിളിക്കാൻ അങ്ങോട്ട് വരുമ്പോ അവരുടെ അടുത്ത് ഞങ്ങൾ പൂജ ഞങ്ങൾക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല ഇത് പറയാൻ നിങ്ങൾക്ക് തന്നെ. ഇവിടെ നിങ്ങൾ ഈ പേട്ടയിൽ വണ്ടിട്ട് ഓടുന്നുണ്ടെങ്കിലേ പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണ കാരണമാണ് നിങ്ങൾക്കൊക്കെ പെർമിറ്റ് തന്നേക്കണേ. എന്റെ പൊന്ന് കാക്ക നിങ്ങൾ പറയണ മുഴുവൻ ശരിയാണ്, ഒക്കെ ഞങ്ങൾ കേട്ടു. ഇനി പോയിക്കോളെ അങ്ങനെ പോവാനൊന്നല്ല ഞാൻ വന്നേ. എന്താണ് നിങ്ങൾ ഇത്രയും സമയം വർത്താനം പറഞ്ഞു, ഞാൻ എന്തൊക്കെ മിണ്ടിയില്ല ഇടന്നിട്ട് എന്റെ സത്യേട്ടനെ വിചാരിച്ചിട്ട് എന്ന് എനക്കൊരു കാര്യം പറയാനുണ്ട്. 3 ലക്ഷം റുപ്യ റിക്ഷയാണ് നിങ്ങ കേറിയിട്ട് അതിൽ തരുന്ന 30 റുപ്യോ 20 റുപ്യോ 40 റുപ്യോ കോടിക്കണക്കിന് ഉറുപ്പയുടെ തീവണ്ടിയിൽ ഞാൻ ഈ ആലുവന്ന് കേറിയിട്ട് ആ വള്ളത്തോൾ നഗറിൽ പോയി ഇറങ്ങിയപ്പോ 20 ഉറുപ്പയുടെ കൊടുത്തത്. പിന്നെയാണ് എന്റെ 3 ലക്ഷം ഒരു കാര്യം ചെയ്യും, യാത്ര ഓട്ടം പോകാനാണെങ്കിൽ ഫ്രണ്ട് വണ്ടി ഇന്നലെ നിങ്ങളെ വണ്ടിയിലൊന്ന് കയറിയത് ഇവിടെ മരടിലേക്ക് ഒരു യാത്ര പോയി ഓർമ്മ ഉണ്ടോ? 300 റുപ്യ നിങ്ങളെ അടുത്ത് മേടിച്ചു. നിങ്ങളെയും പറ്റിച്ച് 300 റുപ്യ നിങ്ങളെ അടുത്ത് മേടിച്ച് ഞാൻ അവിടെ ഹോട്ടലിൽ എത്തിയപ്പോ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് 120 റുപ്യന്റെ ഓട്ടോ ഉള്ളൂ. ഇതെങ്ങനെ നിങ്ങൾ 300 റുപ്യ നിങ്ങൾക്ക് തലക്കെന്തെങ്കിലും സുഖമുണ്ടോ? തലക്കെന്തെങ്കിലും സുഖമുണ്ടോ? എന്തേ കാര്യം ഈ 300 റുപ്യ എന്നുള്ള വർത്താനം ഞാൻ ഓട്ടോറിക്ഷയുടെ ഉള്ളിലിരുന്ന് നിങ്ങളോട് പറഞ്ഞാൽ പറഞ്ഞതാ പിന്നെ നിങ്ങൾ തരും ചെയ്തില്ല പൈസ തന്നു. പിന്നെ ഇപ്പൊ നിങ്ങളുടെ വർത്താനം പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ ഈ നാട്ടുകാരനല്ല, എനിക്ക് ഇവിടുത്തെ കാര്യമല്ല. പക്ഷെ ഇവിടെ നാട്ടുകാർ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചാണ് 120 റുപ്യ. നാട്ടുകാർക്ക് എങ്ങനെ അറിയണത്? ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരെ സാധാരണ നിങ്ങളെ ഇന്നലെ ഓട്ടം വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 500 റുപ്യയുടെ ഓട്ടോ ആണ് ഇയാളെ 300 റുപ്യക്ക് വരാന്ന് സമ്മതിച്ചത്. 200 റുപ്യ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തന്നില്ലേ? ചങ്ങായി മരട് വേടിക്കെട്ടിനില്ലല്ലോ ഈ കായ്.